ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോൾ അത് റെസനേറ്റ് ആവും. ഫസ്റ്റ് റീഡിങ്ങിന് പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 6 of swords, 2 of pentacles, 3 of cups, 2 of wands. ഇതിനുള്ള ക്ലാരിറ്റി ആയിട്ട് നോക്കാം. 7 of swords, Knight of cups, Queen of swords, 7 of wands, 8 of wands. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ധനപരമായിട്ട് കുറേ ഒരു ധനം വരുന്നൊരു ദിവസമായിരിക്കും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും വല്ല കുറികൾ പൊട്ടത്തിയതോ അല്ലെങ്കിൽ ആരെങ്കിലും തരാനുള്ള പൈസ കൊണ്ടുവന്ന് തരുമോ, അങ്ങനെ എന്തെങ്കിലും ധനം വരുന്നൊരു ദിവസമായിരിക്കും. അതിന് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 7 of swords ആണ്. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, നിങ്ങളുടെ എന്തെങ്കിലും ചതി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടി ഓർത്ത് വയ്ക്കണം. എന്തെങ്കിലും ആരെങ്കിലും വഞ്ചിക്കാനോ എന്തെങ്കിലും കളവ് ചെയ്യാനോ കളഞ്ഞു പോകാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധ വയ്ക്കുക. 6 of swords എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പോകുന്ന ഒരു എനർജിയാണ്. ഒന്നുകിൽ ഇതൊരു സ്നേഹം തേടി പോകുന്ന, സ്നേഹിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ആരെയോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് കൂടുതൽ ഇവിടെ നിന്ന് പോയ കാണാനുള്ള ഒരു ആകാംക്ഷയാണ് ആളുടെ അടുത്തുള്ളത്. അതിന് ക്ലാരിറ്റി ചെയ്ത് നൈറ്റ് ഓഫ് കപ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ അവരെ കാണാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇന്നവരെ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണ് കാണിക്കുന്നത്. 2 of pentacles ഒരു സാമ്പത്തികമായി ഇങ്ങനെ ജഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവും. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു പ്രതിസന്ധി വരും. പെട്ടെന്നൊരു എല്ലാം കൂടി ഒരുമിച്ച് വരുന്നൊരവസ്ഥയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിത്തീരും. പക്ഷേ അതിന് ക്ലാരിറ്റി ആയിട്ടുള്ള ക്വീൻ ഓഫ് സോഴ്സ് ആണ്. പക്ഷേ അതിൽ നമ്മൾ ആ ഒരു പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാനും അത് സോൾവ് ചെയ്യാനും സാധിക്കും എന്ന് ഈ കാർഡ് കാണിക്കുന്നു. 3 of കപ്സ് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കണ്ടുമുട്ടുകയും അവർ കൂടിച്ചേരുകയും ചെയ്യും. അവർക്ക് ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അവർ ഇന്ന് കാണാൻ വരികയും നമ്മൾ ഒന്നിച്ചൊക്കെ ചേരാനുള്ള ഒരു അവസ്ഥയുണ്ടാവുകയും ചെയ്യും. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടായിരിക്കും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടായിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടായിരിക്കുക. ചിലപ്പം ഈ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും യാത്രയിൽ വല്ല തടസ്സങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഒരു ഇതായിരിക്കും. അങ്ങനെ ഒരു ഗൈഡൻസാണ് കാണിക്കുന്നത്. 2 of wands എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ഒരു ഇതാണ്. അകലേക്ക് നോക്കിയിട്ട് ഞാൻ എന്ത് വേണം, ഒരു മിസ്സിങ് എനർജിയാണ് കാണിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് വരുമോ, എനിക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമോ എന്നുള്ള ഒരു എന്തെങ്കിലും റിലേഷൻഷിപ്പിലായിരിക്കാം. അതിൽ നിന്നൊരു അനുകൂലമായ മറുപടി കിട്ടുമോ, ഞാൻ എന്ത് വേണം എന്ന് ആലോചിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ആളിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജോ നിങ്ങളെ വിളിക്കുകയോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അതിലുള്ള ഒരു വിഷമം ഇന്ന് തീരും എന്നുള്ളതാണ് ഈ കാർഡ് കാണിക്കുന്നത്.
നമുക്ക് ഒരു ഒറക്കിൾ മെസ്സേജ് കൂടി എടുക്കാം. ചലഞ്ചസ് ആണ് കിട്ടിയിരിക്കുന്നത്. മേക്ക് എ ഡിസിഷൻ, വർക്ക് ഓൺ ഇന്നർ ഹീലിംഗ്. എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട ഒരു ദിവസമാണ്. എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തീർക്കാനും അങ്ങനെയുള്ള ഇതായിരിക്കാം. ഇതൊരു റിലേഷൻഷിപ്പിലുള്ളവർക്ക് അവർക്കുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും വിഷമങ്ങളായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനും അതിലുള്ള വിഷമങ്ങൾ തീർക്കാനും ഉള്ള ഒരു അവസരമായിട്ടായിരിക്കും ഇന്നത്തെ ഒരു ദിവസം എന്നൊക്കെ കാണാം. ഈ റീഡിങ് റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിന് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.